പറയുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങളൊക്കെ തീർത്തോളൂ. എനിക്ക് വിരോധമില്ല. ഞാൻ സമാധാനമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ തീർത്താൽ മതി. ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഫയലിൽ എവിടെങ്കിലും RSSനെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ പത്രസമ്മേളനം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. നാളത്തെ ക്രിസ്മസിൻ്റെ സന്തോഷം, അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകുമ്പോഴേ വാഴ്ത്തിപ്പാടാൻ കഴിയൂ എന്ന് പറയുന്ന ബൈബിൾ വചനം ഏറ്റു പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിനുണ്ടായി. RSSനെ നേരിട്ട് ആക്രമിക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തെ ചൂണ്ടിക്കാണിക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായി. തല കുനിക്കേണ്ടതില്ല ഈ മുഖ്യമന്ത്രിക്ക്. 10 കൊല്ലമായി കേരളം ഭരിക്കുന്നു. ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിലും ഒരു മോദിക്കും മുമ്പിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും തെറ്റുകാരനായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഡിഫൻസിന്റെ പ്രശ്നം? ഞങ്ങൾ ഒഫൻസിൽ തന്നെയാണ്. ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കണ്ട. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കള്ളക്കൂട്ടത്തിൽ സംശയമേശിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധമല്ലേ ഫലപ്രദം? ശ്രീ കെ അനിൽകുമാർ, ഈ ചിത്രം ഉയർത്തുന്നതിനേക്കാൾ. അല്ലല്ല, നിങ്ങൾക്ക് ഭയമാണോ? എന്റെ ചോദ്യം, ഹാഷ്മിക്ക് ഭയമാണോ? അടൂർ പ്രകാശിന്റെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ആന്റോ ആന്റണിയുടെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് ഭയമാണോ? നിങ്ങൾക്ക് പേടിയാണോ? പേടിയാണോ? നിങ്ങൾക്ക് പേടിയാണോ? പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങേക്ക് പറയാൻ ധൈര്യമില്ലാത്തത് അങ്ങയുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. എനിക്ക് ആ ബാഗേജ് ഇല്ല. കെ അനിൽകുമാർ, പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാൻ അനിൽകുമാറിനെ വിലക്കുന്നത് അങ്ങ് CPMന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ്. അടൂർ പ്രകാശിനെ വിളിക്കുമെന്നും ചോദിക്കുമെന്നും എനിക്ക് ഭയമില്ലാത്തത് എനിക്ക് ബാഗേജ് ഇല്ല. മാധ്യമപ്രവർത്തകരെ, അപ്പൊ ഒരു കാര്യം പറയാം. ഒരു MPയെ വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാൾ ചർച്ചക്കിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ UDF ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത്. വേറെ പണി നോക്ക്. കെ അനിൽകുമാർ, ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുന്നത്. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, നിങ്ങളുടെ ജില്ലാ നേതാവ് അല്ലേ? അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്ത അനിൽകുമാർ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നോ? സമാധാനമായി